വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ സുക്കൂനുള്ള ഭക്ഷണവും കൊടുത്ത് ഒരു 6 മണിയായപ്പോഴത്തേനും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഈ നേരത്ത് ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ലൊരു സൺസെറ്റും കണ്ട് അങ്ങനെ നീങ്ങി. പതിയെ 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 ആ ഓറഞ്ച് നിറം ആകാശത്തിന്റെ നിറത്തോട് അങ്ങ് അലിഞ്ഞു ചേർന്നു. പെട്ടെന്ന് എന്തോ കണ്ണിന് ആ കുളിർമയങ്ങ് വന്ന് പെട്ടെന്ന് പോയതുപോലെ. ഈ കാഴ്ചകളൊക്കെ ഇപ്പൊ വല്ലപ്പോഴും കാണാൻ കിട്ടുന്ന വലിയൊരു അവസരം പോലെയാണ് കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് വേറെ പ്ലാനുകളൊന്നും ഇല്ല. സിറ്റി സെന്റർ പോവുക, ഈ ആഴ്ചക്കുള്ള സാധനങ്ങൾ വാങ്ങുക, അത്രമാത്രം. കഴിഞ്ഞ ദിവസം പുറത്തു പോയപ്പോ കുട്ടൂസന്റെ കണ്ണട സുക്ക് പൊട്ടിച്ചേട്ടോ. അപ്പൊ ഇന്ന് നല്ലൊരെണ്ണം കിട്ടുകയാണെങ്കിൽ വാങ്ങുക എന്നുള്ള പ്ലാനുമായിട്ടാണ് കയറിയത്. പക്ഷെ കുട്ടൂസിന് ഇഷ്ടമുള്ളതൊന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ കുറച്ചെണ്ണം അതിന്ന് എടുത്ത് ട്രയൽ നോക്കി. അത് കഴിഞ്ഞപ്പോ സുക്ക് പറഞ്ഞു, അമ്മേ എനിക്കും കൂടെ എന്ന് പറഞ്ഞപ്പോ സുക്കുവിനും കൂടി ഞാനൊന്ന് വെച്ചു കൊടുത്തു. അത് കിട്ടിയപ്പോ സുക്കു ഏതാണ്ട് സ്പടികം സിനിമയില് മോഹൻലാൽ വെച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കലായി. ഹൈപ്പർ മാക്സിലേക്ക് പോകുന്ന ഈ ഒരു എൻട്രി ഫുള്ളും ഊതിന്റെയും അത്തറിന്റെ ഒക്കെ നല്ല മണം കൊണ്ട് നിറഞ്ഞത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു ട്രോളി എടുത്ത് നമ്മുടെ സുക്കൂനെ അതിൽ പിടിച്ചിരുത്തി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലിംഗ് സെഷനിലേക്ക്, അങ്ങനെ ഈ ആഴ്ചയിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ചായ കുടിക്കാൻ. ഇവിടുത്തെ അടിച്ച ചായ എന്ന് പറയുന്നതിന്റെ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. ഞാൻ ഈയിടെയായിട്ട് ഇതിന് അഡിക്റ്റ് ആണോ എന്നൊരു സംശയമില്ല. ഒരു സാൻഡ്വിച്ചും അതുപോലെ തന്നെ ഒരു ചായയും ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. കാരണം സുഖമൊക്കെ ആയതിനു ശേഷം ഭയങ്കര ഹറിബറി ആയിട്ടാണ് ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാറ്. അപ്പോൾ ആഴ്ചയിൽ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സമയം, ചിലപ്പോൾ അതൊരു 5 മിനിറ്റ് ആവാം, 10 മിനിറ്റ് ഒക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കത് ഒരു ഭയങ്കര റിലീഫായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ എൻ്റെ 2 സാൻഡ്വിച്ചും ചായയും കഴിഞ്ഞപ്പോഴത്തേനും കുട്ടും സുക്കും കൂടി എത്തിയിട്ട് അങ്ങനെ നേരെ നമ്മൾ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫ്രിഡ്ജ് കാണുമ്പോൾ എന്തോ ഒരു സമാധാനമാണ് കേട്ടോ. ഇനി പ്രത്യേകിച്ച് ഇനി നമുക്ക് അടുക്കളയിൽ ഇനി വേറെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് സുക്കുവിന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഇനി ആളെ ഉറക്കാന്നുള്ളതാണ്. അങ്ങനെ സുക്കൂനെയും ഉറക്കി രാവിലെ അലക്കിയിട്ട കുറച്ച് ഡ്രസ്സുകൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ സുക്കുവിന്റെ ഡ്രസ്സുകൾ ഞാൻ സെപ്പറേറ്റ് ചെയ്താണ് വെക്കാറ്. വീട്ടിലിട്ട് കൊടുക്കുന്ന പാൻസ് വേറെ, ബനിയൻ വേറെ, പിന്നെ പുറത്തേക്ക് ഇടുന്ന വേറെ, അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ അതിന്റെ താഴെയുള്ളത് ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വരും. അപ്പൊ ഈ വെക്കുന്ന വൃത്തിയൊന്നും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉണ്ടാവില്ല.